നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ പോർച്ചുഗലിനെ ഡെൻമാർക്ക് ഏകപക്ഷീയമായ ഒരു ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ അതിൽ ഗോളടിച്ചത് റാസ്മസ് ഹോയ്ലൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെലിബ്രേഷൻ കാണിക്കുകയും ചെയ്തു. വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒരു ഭാഗത്ത് വരുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളിയാക്കിയതല്ല, ക്രിസ്ത്യാനോ എൻ്റെ ഐഡളാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാനൊരു സെലിബ്രേഷൻ നടത്തിയിട്ടുള്ളത് എന്നാണ്. മുമ്പ് ക്രിസ്ത്യാനോ കളിക്കുന്നത് ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിലിരുന്ന് കണ്ടതും അതുമുതൽ ക്രിസ്ത്യാനോയുടെ ആരാധകനായതും ക്രിസ്ത്യാനോ റൊണാൾഡോ തനിക്ക് തൻ്റെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും വിലപ്പെട്ടയാളാണെന്നതും ഒക്കെ റാസ്മസ് ഹോയ്ലൻഡ് പറയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം CR7 കളിയാക്കിയതല്ല. അതുകൊണ്ടൊരു ഹെയ്റ്റ് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങേണ്ടതില്ല CR7 ആരാധകർ. റാസ്മസ് ഹോയ്ലൻഡ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമം പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ സെലിബ്രേഷൻ എൻ്റെ ഐഡോളിന് വേണ്ടിയുള്ളതായിരുന്നു. ഞാൻ CR7 പോലെ ഒരാളുടെ മുന്നിൽ വെച്ച് അങ്ങനെ കളിയാക്കുന്നതിന് വേണ്ടി ആ ഒരു സെലിബ്രേഷൻ ചെയ്യില്ല. ക്രിസ്ത്യാനോ എൻ്റെ കരിയറിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ക്രിസ്ത്യാനോക്കെതിരെ കളിക്കുക, പോർച്ചുഗലിനെതിരെ ഗോളടിക്കുക, അതൊക്കെ സംതിങ് ഹ്യൂജ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓർക്കുന്നു 2011 അദ്ദേഹം ഒരു ഗോളടിക്കുന്നത്. അന്ന് ഫ്രീ കിക്കിലൂടെ അദ്ദേഹം ഒരു ഗോളടിച്ചത് ഞാൻ സ്റ്റേഡിയത്തിലിരുന്ന് കണ്ടിട്ടുണ്ട്. ആ ദിവസം മുതൽ ക്രിസ്ത്യാനോ എൻ്റെ ഐഡോളാണ്. അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ കളിക്കാൻ, ഇത്തരത്തിലുള്ളൊരു മൊമെൻറ്റിന് വേണ്ടി ഞാൻ ഏറെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് ഇപ്പോൾ റാസ്മസ് ഹോയ്ലൻഡ് പറഞ്ഞു. അപ്പോൾ ആ സെലിബ്രേഷൻ അത് CR7 കളിയാക്കാൻ ചെയ്തതല്ല, CR7നോടുള്ള സ്നേഹം കൊണ്ട്, അദ്ദേഹത്തോടുള്ള ആരാധന കൊണ്ട്, അദ്ദേഹത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.